ഏവർക്കും നമസ്കാരം. അങ്ങനെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം 1201 ആണ്ടും ഒപ്പം ആ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങവും പിറന്നിരിക്കുന്നു. തുടർന്ന് അടുത്ത വർഷം, അതായത് 2026 ഓഗസ്റ്റ് 16-ാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു. ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു. ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു. ഈ മാസം 12 രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും. ചൊവ്വ ഈ മാസം സെപ്റ്റംബർ 13 വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും. അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു. ബുധൻ നിലവിൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഓഗസ്റ്റ് 30-ാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 15-ാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് 21 മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 15-ാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. മകരക്കൂർ, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. പൊതുവെ അഷ്ടമഭാവത്തിൽ അഥവാ 8-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അനിഷ്ടഫലങ്ങളെ നൽകാറുണ്ട്. കാരണം അഷ്ടമഭാവം എന്നത് ശരീരത്തെ കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യം കുറയുക, ശരീരസുഖം കുറയുക, അനാരോഗ്യം, രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം 8-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ചിങ്ങമാസത്തിൽ സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ വളരെ പ്രബലനും പ്രീതനും ആകുന്നു. അതുകൊണ്ട് തന്നെ 8-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ദോഷങ്ങളെ നൽകില്ല. മറിച്ച് ശാരീരികമായ ക്ലേശം, രോഗം എന്നിവയാൽ കഷ്ടതകൾ, ദുരിതങ്ങൾ എന്നിവ അനുഭവിക്കുന്നവർക്ക് ചികിത്സ ഫലപ്പെട്ടു തുടങ്ങുന്ന മാസമാകും ഇത്. തൽഫലമായി രോഗാരിഷ്ടതകളിൽ നിന്നും ആശ്വാസം, രോഗമുക്തി എന്നിവ ലഭിക്കും. കൂടാതെ പിതാവ് തുടങ്ങിയ പൈതൃകമായ സ്വത്തുവകകളുടെ ഓഹരി ലഭിക്കാവുന്ന മാസവും ആകും ഇത്. മകരക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ശനി ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു വരുന്നത്. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ശനി ഈ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം, സഹോദരഗുണം, സുഹൃത്തുക്കളുമായി ഏറിയ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു. ഉണർവ്, ഓജസ്, ആത്മവിശ്വാസം, ആത്മബലം, ധൈര്യം എന്നിവയും 3-ൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും. ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും. ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും. ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങൾ ആയി മാറും. കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇട നൽകും. ചൊവ്വ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലായിരിക്കും ഈ മാസം സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം. തൽഫലമായി ഈശ്വരചിന്തകൾ കുറയുക, ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ, നിർഭാഗ്യം, അതുമൂലമുള്ള ചില തടസ്സങ്ങൾ, അമിതമായ അധ്വാനം എന്നിവയെ നേരിടാം. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ ബുധൻ്റെ അധിഷ്ഠാന ദേവതയായ ശ്രീകൃഷ്ണനെ നന്നായി ധ്യാനിക്കുക. കഴിയുമെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം, വഴിപാടുകൾ എന്നിവ കഴിക്കുക. ബുധൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക.
കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം. ജീവിത പങ്കാളിക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ, അലച്ചിൽ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും അനിഷ്ടഭാവമായ 7-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാം. എന്നാൽ ഓഗസ്റ്റ് 30-ാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. അതായത് ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 8-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും. 8-ാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു. കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ശരീരസുഖം, മനസ്സുഖം എന്നിവയെയും കുറിക്കുന്നത് 8-ാം ഭാവം കൊണ്ട് തന്നെയാണ്. ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം എന്നിവയും വന്നുചേരുന്നു. വ്യാഴം ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് രോഗം, കടങ്ങൾ, ശത്രുക്കൾ, മനോദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു. അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് കൂടിയ അളവിൽ ഉണ്ടാകാം. ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. കാരണം ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം ശുക്രൻ സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല. 6-ലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ, ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. തുടർന്ന് ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടിയാകും ശുക്രൻ ഈ മാസം കൂടുതൽ കാലം സമയം സഞ്ചരിക്കുക. അത് പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ, അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ, പ്രവർത്തികൾ എന്നിവ വഴിവിട്ടു പോകാതെ സംയമനം പാലിക്കുക. 7-ാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ മേഖലകളിലും രൂപപ്പെടുവാൻ സാധ്യതയുള്ള സംഘർഷങ്ങൾ ആ മേഖലകളെ പ്രതികൂലമായി ബാധിക്കാം. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 2, 8 എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 2-ാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. രാഹു 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികളെ നൽകാം. ധനക്ലേശം, അപ്രതീക്ഷിതമായ ധനനഷ്ടം, അമിതമായ ചിലവുകൾ എന്നിവയെ 2-ലെ രാഹു ഉണ്ടാക്കാം. അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് എന്നും അറിയുക. 2-ാം ഭാവം വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം, ദുർഭാഷണം എന്നിവയെ സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പുലർത്തുക. അടുത്തതായി കേതുവിൻ്റെ നില നോക്കാം. കേതു നിലവിൽ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 8-ാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല. 8-ാം ഭാവം എന്നത് ആയുർഭാവം, ആരോഗ്യം, ശരീരം, ആയുസ് എന്നിവയെ കുറിക്കുന്നു. തൽഫലമായി 8-ൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ, അനാരോഗ്യം, ആശുപത്രിവാസം, അതുമൂലമുള്ള ചിലവുകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകാം. അപ്പോൾ മകരക്കൂറുകാർക്ക് രാശ്യാധിപനായ ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങളെ നൽകുന്നു. സൂര്യൻ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല, രോഗമുക്തി, ആരോഗ്യം എന്നിവയെ നൽകുകയും ചെയ്യും. ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു. 6-ലെ വ്യാഴവും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹുവും കളത്രഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അഷ്ടമത്തിലെ കേതു ഈ മാസം ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല. കാരണം കേതു സഞ്ചരിക്കുന്ന രാശിയായ ചിങ്ങരാശിയുടെ അധിപൻ സൂര്യൻ ഈ മാസം സ്വന്തം ക്ഷേത്രത്തിലാണ് പ്രബലനായി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴപ്രീതി വരുത്തേണ്ടതുണ്ട്. കൂടാതെ ഭാഗ്യഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വയും ചില അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ, കാലതാമസം എന്നിവയെ വരുത്താം. അതുകൊണ്ട് തന്നെ ചില ഗ്രഹങ്ങൾ ഇഷ്ടരായും മറ്റു ചില ഗ്രഹങ്ങൾ അനിഷ്ടരായും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ മാസം മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.